ശരി, അഡ്വക്കേറ്റ് JR പത്മകുമാർ, രാജ്യം ഇപ്പോൾ ചക്രവ്യൂഹത്തിലാണ് എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. പ്രതിപക്ഷ നേതാവ് അതിരൂക്ഷമായ പ്രതികരണങ്ങൾ നടത്തുമ്പോൾ, ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിന് മറുപടി പറയേണ്ട പ്രധാനമന്ത്രി സഭയിലില്ല. അത് മാത്രമല്ല, രാഹുൽ ഗാന്ധി പറയുകയാണ് തന്റെ പ്രസംഗം വരുമ്പോൾ ഒരിക്കലും പ്രധാനമന്ത്രി സഭയിൽ ഉണ്ടാകില്ല. എന്താണ് അതിന് കാരണം? അദ്ദേഹം വലിയ മഹാനാണ്, മറ്റുള്ളവരെല്ലാം അദ്ദേഹത്തെ പേടിച്ചിരിക്കും എന്നുള്ളൊരു തോന്നൽ അദ്ദേഹത്തിന് അറിയാതെ ഉണ്ടായി പോകുന്നതാണ്. അത് ആരുടെയും കുറ്റമല്ല. അദ്ദേഹം പ്രധാനമന്ത്രി സഭയിൽ മറുപടി പറയുമ്പോൾ ഇപ്പോൾ ബഡ്ജറ്റിൻ്റെ സംബന്ധിച്ച് അതിനുള്ള ചർച്ചകൾ നടക്കുന്നത്. ബഡ്ജറ്റിനെ കുറിച്ച് ഫിനാൻസ് മിനിസ്റ്ററി മറുപടി പറയും, പ്രധാനമന്ത്രിയും പാർലമെൻറ്റിൽ മറുപടി പറയും. നമുക്കത് വളരെ താമസിക്കാതെ തന്നെ ഈ പാർലമെൻറ്റ് സെഷൻസ് തന്നെ കേൾക്കാം. പിന്നെ ഇതുപോലുള്ള ചില കൈയടിക്ക് വേണ്ടിയിട്ടുള്ളൊരു പ്രചരണങ്ങളൊക്കെ നടത്തും. കുറേ കോൺഗ്രസ് MP-മാരെ അതിനുവേണ്ടി തയ്യാറാക്കി നിർത്തിയിട്ട് കുറേ പുരാണങ്ങളൊക്കെ ഒന്ന് പറയട്ടെ, അതിനൊന്നും വിരോധമല്ല. ഇടയ്ക്കിടയ്ക്ക് അതൊക്കെ പഠിക്കുന്നതും പറയുന്നതും ഒക്കെ നല്ലത് തന്നെയാണ്. പക്ഷേ ഇത് കേൾക്കുന്നത് ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും കേൾക്കുന്നുണ്ട് എന്നുള്ളതാണ് അല്ലോ. അപ്പോൾ അത് ജനങ്ങൾ വിലയിരുത്തട്ടെ, എന്താണ് രാഹുൽ ഗാന്ധി സഭയിൽ പറയുന്നത്, എങ്ങനെയാണ് പെരുമാറുന്നത് എന്നതിനെ സംബന്ധിച്ച് കാര്യമില്ല. പിന്നെ ബഡ്ജറ്റിനെ കുറിച്ചാണ് ചർച്ചയെങ്കിൽ ഇപ്പോൾ രാജു P നായർ പറഞ്ഞൊരു കാര്യം, അവർ കുറേ ആശയങ്ങളും ആദർശങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ നടപ്പിലാക്കിക്കോ. നിങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ നടപ്പിലാക്കാനാണല്ലോ നിങ്ങളുടെ നയപരിപാടികളും ആദർശങ്ങളും ആശയങ്ങളും ഒക്കെ. NDA ഗവൺമെൻറ്റിന് ഇപ്പോൾ കഴിഞ്ഞ 3 ഘട്ടമായിട്ട് ഇപ്പം മൂന്നാമത് NDA ഗവൺമെൻറ്റിന് ജനങ്ങൾ ഭൂരിപക്ഷം നൽകിയിട്ടുണ്ട്. അപ്പോൾ നടപ്പിലാക്കുന്ന നയങ്ങളും നടപടികളും NDA ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾക്ക് അല്ലെങ്കിൽ BJP നേതൃത്വം കൊടുക്കുന്ന NDAയുടെ നയങ്ങൾക്കായിരിക്കും. അപ്പോൾ അതിനെ സംബന്ധിച്ച് നമുക്കറിയാം, ഒരു പോളിസി ചേഞ്ച് ഉണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു പോളിസി ചേഞ്ച് ഉണ്ട്. ആ ചേഞ്ചിന് അനുസൃതമായിട്ടാണ് NDA മുന്നോട്ട് വെക്കുന്നത്. ഇന്ത്യയെ ഒരു വലിയ സാമ്പത്തിക ശക്തിയാക്കി മാറ്റണം. ഇപ്പോൾ 5ാമത്തെ സാമ്പത്തിക ശക്തിയായി മാറി. ഇനി അടുത്ത് 3ാമത്തെ സാമ്പത്തിക ശക്തിയാക്കി മാറ്റണം. 5 ട്രില്യൺ എക്കോണമിയിലേക്ക് നമുക്ക് പോകണം എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അത് ഞങ്ങളുടെ നയം തന്നെയാണ്. അപ്പോൾ അതിൽ പ്രധാനമന്ത്രിയാണ് നിയന്ത്രിക്കുന്നത്, നമ്മുടെ അമിത്ഷാ ആഭ്യന്തരമന്ത്രിയാണ് നിയന്ത്രിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ രാജ്യരക്ഷാ അഡ്വൈസറാണ് ഉപദേശിക്കുന്നത് ഒക്കെ പറയുന്നത് സ്വാഭാവികമാണ്. ഞങ്ങളങ്ങനെ തന്നെയാണ്. അതല്ലാതെ ഒരു കുടുംബത്തിലെ കുറേ ആളുകൾ വീട്ടിലിരുന്ന് നിയന്ത്രിച്ച കാര്യമല്ല. ഇത് അതിനെ ചുമതലപ്പെട്ട ആളുകൾ തന്നെയാണ് നിയന്ത്രിക്കുന്നത്. പിന്നെ ഈ അംബാനി അദാനിയിലേക്ക് കാര്യം താങ്കൾ സ്മൃതി ചോദിച്ചു രാജു P നായരുടെ. 1991 മുതലാണല്ലോ നിങ്ങൾ ഈ സാമ്പത്തിക പരിഷ്കാരം കൊണ്ടുവന്നത്. നരസിംഹറാവു കൊണ്ടുവന്നു. അതിന് അന്ന് മൻമോഹൻ സിംഗ് കൂടെ എല്ലാ സഹായവും ചെയ്തു കൊടുത്തു. നിങ്ങൾ പകുതി വഴിയിൽ വന്നിട്ട് കുറേ ഇട്ടിട്ട് പോയി. വീണ്ടും അത് 2004 മുതൽ 2014 വരെ നടപ്പിലാക്കി. ഞാൻ ചോദിക്കട്ടെ, ഈ പ്രൈവറ്റൈസേഷൻ, ഈ എയർപോർട്ടുകളുടെയൊക്കെ പ്രൈവറ്റൈസേഷൻ ആദ്യം നടപ്പിലാക്കിയതാരാ? ഡൽഹി എയർപോർട്ട് GMR ഗ്രൂപ്പിന് നൽകിയത് ആരാണ്? അവന് ഓരോ എയർപോർട്ടുകളുടെ നിങ്ങൾ 2004 മുതൽ 2014 വരെ ഇന്ത്യയിലെ PSU പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങുകൾ എടുത്ത് ഈ അദാനിക്കും അംബാനിക്കും ഓരോ കമ്പനികൾക്കും കൊടുത്തതിൻ്റെ ഒരു കണക്ക് പരിശോധിച്ച് നോക്കുക. അപ്പോൾ മനസ്സിലാകും അദാനി ആരാണ്, അംബാനി ആരാണ്. ഒന്നും വേണ്ട, വിഴിഞ്ഞത്തെ നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. വിഴിഞ്ഞത്തെ അദാനിയെ കൊടുത്ത് അതിനെ അദാനിയുടെ കയ്യിൽ ഇത് ഏൽപ്പിച്ചു കൊടുത്തത് നരേന്ദ്രമോദിയാണോ, BJP ആണോ? അദാനിയും അംബാനിയും വേണ്ട എന്നുള്ളതല്ല അഭിപ്രായമെന്ന് കോൺഗ്രസ് വ്യക്തമായി പറയുന്നു. അദാനിയും അംബാനിയും വേണ്ട എന്നല്ല, അദാനിയും അംബാനിയും മാത്രമാകുന്നതിനെയാണ് എതിർക്കുന്നത് എന്നുള്ളതാണ് കോൺഗ്രസിന്റെ വാദം. നിങ്ങൾ ആ രണ്ട് വ്യവസായികളിലേക്ക് ഒതുങ്ങുന്നത് എന്തുകൊണ്ടാണ്? രാജ്യത്തിന്റെ സമ്പത്ത് മുഴുവൻ അവരിലേക്ക് കേന്ദ്രീകരിക്കുന്നു. അങ്ങനെ ധനം കുഞ്ഞുകൂടുമ്പോൾ അത് അധികാരമായി മാറുന്നു. അങ്ങനെ അവർ തന്നെ ഭരിക്കുന്ന അവസ്ഥയിലേക്ക് രാജ്യം മാറുന്നു. അതാണ് ഈ ചക്രവ്യൂഹം നയിക്കുന്ന 6 പേരിൽ പ്രധാനികളായി 2 പേർ വരാൻ കാരണം. അതൊക്കെ ഇവര് പ്രചരണത്തിന് വേണ്ടിയിട്ട് പറയുന്നതാണ്. ഈ ഒരു ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായിട്ട് ഒരു കാര്യം വന്ന് ഇതെല്ലാം ടെൻഡറിലൂടെ ബിഡിങ്ങിലൂടെ വരുന്നതാണ്. അല്ലാതെ ആരും അങ്ങ് കൊടുക്കുന്നതല്ല. ഞാൻ ഒരു ചെറിയൊരു കണക്ക് രാജു P നായരുടെ ചോദിക്കുക. 2005 അദാനിയുടെ അദ്ദേഹത്തിൻ്റെ അസറ്റിൻ്റെ മൂല്യം എന്ന് പറഞ്ഞാൽ 12,300 കോടിയായിരുന്നു. 2013 ആയപ്പോൾ അത് 64,000 കോടിയായിട്ട് മാറിയിട്ടുണ്ട്. അതേപോലെ റിലയൻസിൻ്റെ 63,000 കോടിയായിരുന്നു 2005. 2013 ആയപ്പോൾ 4,46,000 കോടിയായി അദ്ദേഹത്തിൻ്റെ അസറ്റ്. ഇതെങ്ങനെ വളർന്നത്?
അപ്പോൾ ഇത് കോൺഗ്രസിൻ്റെ ഈ അദാനിയും അംബാനിയൊക്കെ ഈ കാലഘട്ടത്തിൽ വളർത്തിക്കൊണ്ടുവന്നാണോ? അവർ ഈ രാജ്യത്ത് ബിസിനസ് ചെയ്യാനാണ്, ആ ബിസിനസ് മേഖലയിലേക്ക് പൈസ മുടക്കും, അതിൽ നിന്ന് അവർക്ക് ലാഭം ഉണ്ടാവും, അത് സ്വാഭാവികമാണ്. അതിനാവശ്യമായ ടാക്സും മറ്റു കാര്യങ്ങളും കോർപ്പറേറ്റ് ഈ രാജ്യത്ത് പ്രവർത്തിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ടാക്സ് അനുസരിച്ച് ഗവൺമെന്റിന് കിട്ടാനുള്ള കാര്യങ്ങൾ ഗവൺമെന്റ് എടുക്കുക, അതിലൂടെ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക, ഈ നാട്ടിലെ ജനങ്ങൾക്ക് തൊഴിലവസരം കൊടുക്കുക എന്നുള്ളതാണ് അവർക്ക് ഈ രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കുന്നതിനും ഈ കോർപ്പറേറ്റുകളെ സഹായം നമുക്കുണ്ട്. അത് സ്വാഭാവികമാണ്. അതുകൊണ്ട് ഇനി BJPയും അദാനിയും അംബാനിയും മാത്രമേ ഇന്ത്യയിൽ ബിസിനസ് ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ ടാറ്റ ഇല്ലേ, ബർള ഇല്ലേ, എത്ര കമ്പനികൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇത് അദാനി അംബാനി എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു ജനങ്ങളെ ഒരു മിസ്ലീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.